ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതൊരു റീ അപ്ലോഡഡ് വീഡിയോ ആണ്. ഞാൻ ഏർലിയർ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓഡിയോ എറർ കുറച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ട് ഇതൊന്നുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ബേസിക്കലി സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് റിമൂവലാണ്. സ്റ്റോക്ക് ഹാലജനിൽ നിന്ന് നമ്മളിതിൽ LED യിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് 2 വീക്സ് ആൻഡ് 150 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ ക്വാറൻറ്റൈനിലായതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒരു അക്സറി എന്നുള്ള രീതിക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അങ്ങ് മാറ്റാം. പക്ഷേ ഈ രണ്ട് സ്ക്രൂ ഇപ്പോൾ കാണിച്ച് ഈ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഇത് മേളിലോട്ട് ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് സുഖമായിട്ട് ഇളവ് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. സംഭവം സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. ഓൾമോസ്റ്റ് ഹാലജൻ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളിലും സിമ്പിളായിട്ട് തന്നെ നമുക്ക് LED റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പം എനിക്കിത് പൊതുവേ എനിക്ക് ഈ ഹാലജൻ്റെ കളർ അത്ര ഇഷ്ടമല്ല. മാത്രമല്ല LED ആകുമ്പോൾ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യും, ബാറ്ററി ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ LED മാറുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഇലുമിനേഷനെ പറ്റി വെക്കണേ അത്യാവശ്യം നല്ല ത്രോ ഒക്കെ വരുന്നുണ്ട്. വേറെ സീനൊന്നുമില്ല, ഹൈവേ ട്രിപ്പൊക്കെ നൈസായിട്ട് ചെയ്യാമെന്നുള്ള ഇലുമിനേഷനൊക്കെ ഉണ്ട്. സിമ്പിളാണ്. ഇപ്പം നമുക്ക് ഈ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്യുക. രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് സംഭവം ഇത് ലൂസായി, പിന്നെ ജസ്റ്റ് മുകളിലോട്ട് പോപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇതേപോലെ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പം പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ മിനിമലാണ്. ഒരുപാട് വലിയ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഡിസംബിൾ ചെയ്ത ഹെഡ്ലൈറ്റ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എപ്പോഴും ഒരു കോട്ടൺ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് മെയിൻ ജോലി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു നല്ലൊരു ഹെഡ് റൂം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഹെഡ് റൂം എങ്ങനെ പ്രൊവൈഡ് ചെയ്യുക വെച്ചാൽ വയേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് നമ്മുടെ LED വരുന്നത് ഫാൻ ഉൾപ്പെടെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് സ്പേസ് വേണം. കാരണം ഞാനിപ്പോൾ ഓൾറെഡി കണ്ട ഒരു ഹസാർഡ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിന്. അപ്പോൾ അതിനുശേഷം ഞാൻ പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്ത് നല്ലൊരു റൂം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. എന്നാലും നമുക്കിതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും എന്തായാലും. കാരണം നമ്മുടെ സ്റ്റോക്ക് ബൾബിനെ കാട്ടി LED ഒരു കൂളിംഗ് ഫാൻ ഉള്ളതുകൊണ്ട് അത് തള്ളി അതിൻ്റെ അത് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത് ഈ പാർട്ടിൽ. സോ നല്ലൊരു റൂം മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ ഇത് സംഭവം ഇത് സോക്കറ്റാണ്. ഇത് സിമ്പിളായിട്ട് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബൾബ് ചുമ്മാ ഡിസ്മാൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ് ഫിറ്റാണ്. LED സോക്കറ്റ് അതിൽ പ്ലഗ് ആൻഡ് പ്ലേ, സിമ്പിൾ. ഡിസ്മാൻറ്റിൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ റബ്ബർ കേസിങ് ഊരി മാറ്റണം. ഇതാണ് അതിൻ്റെ വാട്ടർ പ്രൂഫിങ് കേസ്. അപ്പം ബേസിക്കലി ഇത് വെള്ളമകത്തോട്ട് കയറാതിരിക്കാനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ജസ്റ്റ് മേളിലോട്ട് വലിച്ചിങ്ങ് എടുത്താൽ മതി, വലിയ ഇതൊന്നുമില്ല. അതങ്ങനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഉള്ളൊരു ടാസ്ക് എന്ന് പറയുമ്പം ഇതിനകത്ത് ഇന്നർ ലൈനിങ് പാർട്ട് റബ്ബർ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനകത്തൊരു ചെറിയ കട്ട് ചെയ്താൽ മാത്രമേ പുതിയ LED ഫാനിന് ഒരു സ്പേസ് ക്രിയേറ്റ് ആവൂ. അപ്പോൾ അകത്തുള്ള ഒരു ഇത് റിമൂവ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫാൻ സുഖമായിട്ട് അതിലേക്ക് കയറും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബൾബ്. ഇതാണ് നൈറ്റയുടെ, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നൈറ്റയുടെ സൈറ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിൻ്റെ ഇവിടെ ഗ്ലൗസ്, ഇതിൻ്റെ ഗ്യാരണ്ടി ഡീറ്റെയിൽസ്, വാറണ്ടി കാർഡ് സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാനിത് ബാങ്കുഡിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളിത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമൊന്നുമല്ല, ഒറിജിനൽ കമ്പനിയുടെ ഐറ്റം തന്നെയാണ് റിസീവ് ചെയ്തത്. വിത്തൗട്ട് എനി ഡാമേജ് സംഭവം കിട്ടി. അപ്പം 2 ബൾബാണ് വരുന്നത് ഒരു ബോക്സ് എന്ന് പറയുമ്പം. ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ബൾബ് എടുക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഈ നൈറ്റയുടെ ബൾബിനെ കുറിച്ച്. സംഭവം ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ എന്തായാലും തരുന്നതാണ്. ഒരു ആഫ്റ്റർ സം സോർട്ട് ഒരു 200 കിലോമീറ്റർ ഒരു 300. അപ്പോൾ നമുക്കിന് ഫിറ്റിങ്ങിലൂടെ കിടക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഹാലജൻ വരുന്ന മോഡൽസിനും നൈറ്റയുടെ ഈ ബൾബ് അവൈലബിൾ ആണ്. ഇതിന് മാത്രമല്ല കാർസ് ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഈ ബൾബ് സ്യൂട്ടബിൾ ആണ്. അപ്പം നമുക്കിനി ഫിറ്റിങ്ങിലോട്ട് പോകാം. അപ്പം സംഭവം നമ്മളാണ് ഈ പിന്ന് ഓപ്പൺ ചെയ്യുക. ബൾബ് ആ പിന്നിന് മുമ്പ് ഒരു സ്ക്രൂ ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള വരും. ബൾബ് മാറ്റുക. ദെൻ ഇൻസ്റ്റാൾ അവർ ബൾബ്. സോ നമ്മുടെ
വണ്ടിയുടെ ഹെഡ്ലൈറ്റ് റിമൂവൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. സോ വാട്ട് യു ഗൈസ് തിങ്ക്? നമ്മുടെ സ്റ്റോക്കിൻ്റെ ഹാലജനെ കാട്ടി ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നറിയില്ല, പക്ഷേ ഇതിൻ്റെ ലൂമിനേഷൻ വെരി പ്ലീസിങ്, കൊള്ളാം, സംഭവം കൊള്ളാം. ഇതിപ്പം പിന്നെ മറ്റ് ബ്ലിങ്കേഴ്സ് ഞാൻ അത് ഹാലജൻ അല്ല, അത് ഉൾപ്പെടെ LED ആണ്, സിംടാക്കിൻ്റെതാണ്. ഇതാണ് ഇതിൻ്റെ ഹൈ ബി. ക്ലിയറിലായതുകൊണ്ട് തന്നെ കൊള്ളാം. മറ്റേ മുമ്പ് വരുന്ന ഇൻ്റർസെപ്റ്ററിന് ക്ലിയർ ഗ്ലാസ് അല്ല, ഇതിലിപ്പോൾ ക്ലിയർ ആയിരുന്നെങ്കിൽ പോലും സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു 500 അല്ലെങ്കിൽ 200 കിലോമീറ്റർ റിവ്യൂ ഇൻക്ലൂഡിങ് നൈറ്റ് വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് എനിക്കിതിൻ്റെ നൈറ്റ് വീഡിയോ പുറത്ത് പോയി ചെയ്യാനിപ്പം ഒരു നിർവാഹമില്ല. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്, ഞാൻ എന്തായാലും ഉടനെ ഇടുന്നതാണ്. This is the night eye LED, so you can see the difference. There is an enormous amount of throw and illumination, so it's very better, and you can see the sideways comparison. I will be providing a better night footage of the bulb as soon as the quarantine over. So guys, stay tuned and thank you for watching this video. I see you in the next video.